ഇത് കേരളത്തിലെ ഏതെങ്കിലും കായലോ നദിയോ അല്ല. ജിദ്ദയിലെ ഗ്രീൻ വാലി എന്നറിയപ്പെടുന്ന പ്രദേശമാണിത്. ജിദ്ദയിലെ മലയാളികളുടെ സംഗമ കേന്ദ്രമായ ഷർഫിയയിൽ നിന്നും 40 കിലോമീറ്റർ അകലെ മരുഭൂമിയിലാണ് പച്ചപ്പിന്റെ മനംകുളിർപ്പിക്കുന്ന ഈ കാഴ്ച. വളരെ അടുത്ത കാലത്ത് മാത്രം ശ്രദ്ധിക്കപ്പെട്ട ഈ പ്രദേശം ഇന്ന് ജിദ്ദ മലയാളികളുടെ ഇഷ്ട വിനോദ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. തടാകത്തിൽ ചൂണ്ടയിട്ടും വലയെറിഞ്ഞും മീൻപിടിക്കുന്ന തിരക്കിലാണ് സന്ദർശകർ. കിട്ടിയ മത്സ്യങ്ങളെ പാകം ചെയ്ത് ഭക്ഷിച്ചും തടാകത്തിൽ ചാടിക്കുളിച്ചും അവധി ദിനങ്ങളെ ആനന്ദകരമാക്കുകയാണ് ജിദ്ദ പ്രവാസികൾ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, ഇതിന്റെ പുറകിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു തടാകമുണ്ട്. ഈ തടാകത്തിൽ ധാരാളം മത്സ്യസമ്പത്തുണ്ട്. കുട്ടികൾ കുളിക്കുന്നുണ്ട്, ആളുകൾ ബോട്ടിംഗ് നടത്തുന്നുണ്ട്. കുടുംബസഹിതം ഒരു ദിവസം പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായി ഈ ഗ്രീൻ വാലി ഇപ്പോൾ വളർന്നിരിക്കുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിപ്പെടാമെന്നതും നാട്ടിലേതുപോലെയുള്ള ദൃശ്യാനുഭവമൊക്കെയാണ് മലയാളികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. പല കുടുംബങ്ങളും ഇതിനകം ഇവിടുത്തെ സ്ഥിരം സന്ദർശകരായി മാറിയിട്ടുണ്ട്. ഗ്രീൻ വാലി എന്ന പേര് പോലും മലയാളികളുടെ സംഭാവനയാണ്. തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് വ്യക്തതയില്ല. പ്രദേശത്തെക്കുറിച്ച് കേട്ടറിഞ്ഞവർ ഏറെയാണെങ്കിലും മലയാളികൾ മാത്രമാണ് പ്രധാന സന്ദർശകർ. മരുഭൂമിയിലെ ഏതൊരു നീരുറവയും പ്രവാസികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ജിദ്ദ ഗ്രീൻ വാലിയിൽ നിന്നും സാദിഖ് അലി തുവൂർ, മീഡിയ 1.